വരെ എസ് ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ 32-ാം ദിവസമാണ് ഈ ഞായറാഴ്ച നടക്കുന്നത്. 5-ാം വാരം പിന്നിടുന്ന സിനിമ 82ഓളം തിയേറ്ററുകളിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 300-ന് മുകളിലുള്ള ഷോകളുമാണ് സിനിമയ്ക്ക് ഡെയിലി ഉള്ളത്. ഇന്ന് ഞായറാഴ്ച ഒരു മികച്ച ദിനമായി മാറുകയാണ് സിനിമയ്ക്ക്. ഇതുവരെ 94ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭ്യമായിരിക്കുന്നത് 6 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അതായത് ഇന്ന് ഫൈനലായി വരാൻ പോകുന്നത് 18-19 ലക്ഷം രൂപയായിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ്. 20% ഒക്യുപ്പൻസി ആയിട്ട് നിൽക്കുന്നത്. 32-ാം ദിവസവും സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് ഗംഭീരം എന്നേ പറയാൻ വാക്കുകളുള്ളൂ എന്ന് തന്നെ പറയാം. 2ഓളം ഹൗസ്ഫുൾ ഷോസാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഈവനിങ് ഷോസ് എല്ലാം തന്നെ വലിയ തിരക്കാണ് എന്നുള്ളതാണ് മുഴുവൻ റിപ്പോർട്ടുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. അങ്ങനെ 32 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമയ്ക്ക് 40 ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്റർ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നു. കേരള കളക്ഷൻ മാത്രമായി 42.5 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. അതായത് ഓരോ ദിവസവും 20 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ വരുന്നത്. അതായത് ഒരാഴ്ചയിൽ നിന്ന് സിനിമയ്ക്ക് 1 കോടിയോളമാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഫൈനൽ ലാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ 50 ദിവസത്തിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. 40 ദിവസത്തിലേക്ക് സിനിമ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുന്നു, GCCയിലും കേരളത്തിലും സിനിമ 50 ദിവസം പ്രദർശിപ്പിക്കുന്ന മറ്റൊരു മമ്മൂട്ടി സിനിമ കൂടിയാകും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ മികച്ച രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളുമായി സിനിമ പോകുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 90 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. മമ്മൂട്ടി കമ്പനി എന്തുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യവും. അടുത്ത മമ്മൂട്ടി ചിത്രം അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നു. ജൂലൈ 1-ന് മമ്മൂട്ടിയുടെ അടുത്ത സിനിമ ഷൂട്ടിങ്ങും ആരംഭിക്കാൻ പോകുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടെ ആരാധകർ കാത്തിരിക്കുകയാണ്. ജൂലൈ 1-ന് സിനിമയുടെ 100 കോടി പോസ്റ്റർ പുറത്ത് വരും എന്നുള്ളതാണ്. എന്താണെങ്കിലും മമ്മൂട്ടി കമ്പനിയോടൊരു ചോദ്യമായിട്ട് നമ്മളും ഉയർത്തുന്നു. തീർച്ചയായും എത്രയാണെങ്കിലും കളക്ഷൻ വരുന്നതെങ്കിൽ 70 കോടിയാണ് അവസാനമായി വിട്ടതെങ്കിൽ തീർച്ചയായും 100 കോടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല, അതിൽ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ആ ഒരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരണം എന്നുള്ളത്. അപ്പോൾ കലർപ്പില്ലാത്ത ഒരു 100 കോടി കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അത് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് തന്നെ ഉള്ളൂ എന്നുള്ളതാണ് പ്രേക്ഷകരും പറയുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ഈ ഒരു ഞായറാഴ്ച ഒരു സൂപ്പർ ഞായറാഴ്ച തന്നെയായി മാറുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.